ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ബീഫ് പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ബീഫ് പെപ്പർ റോസ്റ്റ് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായി 300 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയ 300 ഗ്രാം ബീഫ് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളിയാണ്. 15 തൊട്ട് 20 വരെ ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ഇനി കുറച്ച് കറി ലീവ്സ്, ഇത്രയും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്നതിന് വേണ്ടി നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും ഇട്ട് 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ ഫുള്ള് റിലീസ് ആവുമ്പോൾ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ബീഫ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 3 തണ്ട് കറി ലീവ്സും 2 ഉണക്കമുളക് ഒന്ന് കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ബീഫിലെ വെള്ളമൊക്കെ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഒന്ന് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് കുരുമുളക് റോസ്റ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കുരുമുളക് 1.5 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത പെരിഞ്ജീരകം പൊടിച്ചതും കുരുമുളക് പൊടിച്ചതും ഈ ബീഫിന് നല്ല സ്വാദും മണവും നൽകും. ഇതൊരു 10 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ബീഫിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ബീഫ് പെപ്പർ റോസ്റ്റ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടക്കും നെയ്ച്ചോറിനും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ ബീഫ് പെപ്പർ റോസ്റ്റ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.